ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് തൊടുപുഴയിൽ താമസമാക്കിയിരിക്കുന്ന പ്രേമ ജോർജ് മാഡത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഗാർഡൻ കാഴ്ചകൾ. നിങ്ങളൊരു പക്ഷേ ഇതിനു മുമ്പ് ഈ ഗാർഡൻ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ചാനലിൽ തന്നെ ഒരു വർഷം മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാഡത്തിൻ്റെ ഓർക്കിഡ് കളക്ഷനെ പറ്റി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 1,00,000-ൽ പരം ആളുകൾ ആ ഒരു വീഡിയോ കാണുകയും നല്ല അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് പ്രേമ മാഡം ആന്തൂരിയം കളക്ഷൻസും അതിൻ്റെ കെയർ, അതിന് കൊടുക്കുന്ന പോട്ടിംഗ് മിക്സ്, ഫെർട്ടിലൈസർ എന്തൊക്കെയാണ് വേണ്ടത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് തൊടുപുഴ ആറാണ് പോകുന്നത്. വളരെ മനോഹരമായിട്ട് കാഴ്ചയാണ്. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ അടുക്കാറാവുമ്പം ഇവിടുത്തെ ഒരു കാഴ്ച ഒരു പ്രത്യേകത തന്നെയാണ്. നേരത്തെ നമ്മൾ ഓർക്കിഡിൻ്റെ കളക്ഷൻസും അതിൻ്റെ പ്രൊപ്പഗേഷൻ രീതി, അതുപോലെ തന്നെ അതിൻ്റെ ഫെർട്ടിലൈസർ ഉപയോഗിക്കേണ്ട രീതി എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ഹായ്, ഞാൻ സല്ലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് പ്രേമ മാഡത്തിൻ്റെ ആന്തൂരിയം കളക്ഷൻസ് ഒന്ന് കണ്ടു നോക്കാം. പലപ്പോഴായിട്ട് പൂക്കൾ വിരിഞ്ഞ സമയത്ത് എടുത്ത ഫോട്ടോസാണ്. ഇന്ന് നമ്മൾ ആന്തൂറിയംസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ആന്തൂറിയംസ് എല്ലാം ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ പറമ്പിൽ വെയിലടിക്കുന്നില്ല, വെയിലുള്ള സ്ഥലമില്ല, മരങ്ങളാണെന്നൊക്കെ പറയുന്നവർക്ക് നടാൻ പറ്റിയ ചെടിയാണ് ഈ ആന്തൂറിയം. ആന്തൂറിയത്തിന് ശകല ഇൻഡയറക്റ്റ് സൺലൈറ്റ് മതി. അത് രാവിലെ കുറച്ച് നേരത്തെ വെയിൽ കിട്ടിയാൽ മതി. അപ്പോൾ ഈ വലിയ മോഡൽ ആന്തൂറിയമും ഉണ്ട്, മിനിയേച്ചർ ആന്തൂറിയംസും ഉണ്ട്. ആന്തൂറിയം എപ്പോഴും നമ്മൾ ഇത് കണ്ടില്ലേ, നല്ല ഗ്രീൻ കളർ, റയർ കളേഴ്സൊക്കെ ഉണ്ട്. ഇതിൽ ഒത്തിരി നല്ല ഭംഗിയുള്ള കളേഴ്സുണ്ട്. അപ്പോൾ ഈ വലിയ മോഡൽ ആന്തൂറിയത്തിന് നമ്മളെപ്പോഴും 3 ഇലയെ നിർത്താൻ പാടുള്ളൂ. ഇതുണ്ട് വൈറ്റ് ആൻഡ് ഗ്രീൻ. ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. 3 ഇല നിർത്തിയാൽ വലിയ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ നമ്മൾ ഈ പഴകിയ പൂക്കൾ നമ്മൾ മുറിച്ച് കളയണം. നിർത്തല്ലേ, ഉടനെ മുറിച്ച് കളഞ്ഞാലേ പെട്ടെന്ന് അടുത്ത പുതിയ പൂക്കൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വലിയ ടൈപ്പ് ആന്തൂറിയത്തിന് വലിയ പൂക്കൾ ഉണ്ടാകണമെങ്കിൽ എപ്പോഴും ചെടിയിൽ 3 ഇല മാത്രമേ നിർത്താവുള്ളൂ. ഇതുണ്ട് ഭംഗിയുള്ള ഒരു ഓറഞ്ച് കളറ്. ഇങ്ങനെ ഒത്തിരി നല്ല ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ആന്തൂറിയത്തിന് പോട്ടിംഗ് മിക്സ്ചർ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ 3/4 ചട്ടി പോട്ടിംഗ് മിക്സ്ചർ വെച്ചിട്ട് ഈ ചെടി നട്ടിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ തൊണ്ട് ഒന്നിൽ കഷ്ണങ്ങളായിട്ട് മുറിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ മുഴുവനോടെ ഉള്ള പൊതിച്ച തൊണ്ട് ഇങ്ങനെ വെക്കുക. തൊണ്ടിൻ്റെ കൂടെ കരിക്കട്ട ഉള്ളവർക്ക് അതും ഇടാം. ഇതെല്ലാം ഈർപ്പം നിൽക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ആന്തൂറിയംസിൽ കണ്ടോ നല്ല ലിവർ റെഡ്, നല്ല ഭംഗിയുള്ള കളേഴ്സുണ്ട്. പിന്നെ വെയിൽ അധികം ആകാൻ പാടില്ല. വെയിൽ കൂടുതലാണെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ കളർ നഷ്ടപ്പെടും. എന്നിട്ട് പൂക്കളയിൽ നമുക്കിങ്ങനെ പാണ്ട് പോലെയുള്ള പാടുകൾ വീഴും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, വെയിൽ കൂടുതലാണ്. അപ്പോൾ ഇത് ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ചെറിയ വെയിലുള്ളിടത്ത് ഇത് വെച്ചാൽ നമുക്ക് നല്ല വലിയ പൂക്കൾ കിട്ടും. 3 ഇല നിർത്താൻ പാടുള്ളൂ. ഇതാണ് വലിയ മോഡൽ ആന്തൂരിയം. ഇനി നമുക്ക് മിനിയേച്ചർ നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ മിനിയേച്ചർ ആന്തൂറിയംസ്, ഇതാണ് മിനിയേച്ചർ തായ്ലാൻഡ് മിനിയേച്ചർ ടേബിൾ ടോപ്പ് ആന്തൂറിയംസ് എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത, ഇവർ ഫ്ലവറിങ് കൂടുതൽ ടെൻഡൻസിയുള്ള ആന്തൂറിയംസ് ആണ്. കണ്ടോ, ഇതിൻ്റെ ചോട്ടി നോക്കിക്കുക എത്ര മുട്ടുകളാണ് പൊങ്ങി വരുന്നത്. അപ്പോൾ ഇവർക്ക് ഫ്ലവർ കൂടുതലുണ്ടാവും. പിന്നെ ഇവർ ചെറിയ ചട്ടി നിറയും തോറും പൂക്കളുടെ നമ്പർ കൂടി വരും. അപ്പോൾ ഇവർ ചെറിയ ചട്ടി ഇഷ്ടപ്പെടുന്ന ആന്തൂറിയംസ് ആണ്. അപ്പോൾ ഈ ആന്തൂറിയത്തിന് പോട്ടിംഗ് മിക്സ്ചർ മാത്രം മതി. ഇതുണ്ടോ റയർ കളർ ആന്തൂറിയം. ഇതാണ് കോഫി ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് ആന്തൂറിയം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പുതിയ ആന്തൂറിയമാണ്. ഇവരൊക്കെ പോട്ട് നിറയുന്നതനുസരിച്ച് പൂക്കളുടെ നമ്പർ കൂടും. പക്ഷേ ഇവർക്ക് തൊണ്ടും കരിയൊന്നും ആവശ്യമില്ല, പോട്ടിംഗ് മിക്സ്ചർ മാത്രം മതി. ഇതിലും ഈ പഴയ പൂക്കൾ മുറിച്ച് കളയും, പക്ഷേ ഇലകൾ മുറിച്ച് കളയണ്ട. ഇവിടെ കണ്ടോ, ഇതിന് ശകലം വെയിൽ അധികമാണ്, അതുകൊണ്ട് ഇല മഞ്ഞച്ചിരിക്കുന്നു.
അതുപോലെ പൂക്കളുടെ പ്രകാശവും കുറഞ്ഞ് കണ്ടോ ഇങ്ങനെ ലൈറ്റ് കളറായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് തായ്ലാൻഡ് മിനിയേച്ചർ ടേബിൾ ടോപ്പ് ആന്തൂറിയംസ്. കണ്ടോ ഇതിന് ഒത്തിരി ചുവടുകൾ വരുന്നതനുസരിച്ച് മുട്ടുകളും പൊങ്ങുന്നുണ്ട്. എനിക്കിതിൻ്റെ 10 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് ഇൻഡോർ പ്ലാന്റ് ആണ്, ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാണ് തായ്ലാൻഡ് മിനിയേച്ചർ ആന്തൂറിയംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ആന്തൂറിയംസിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ നോക്കാം. ഞാൻ എൻ്റെ ഒരു പ്ലാന്റ്സിനും മണ്ണ് ഉപയോഗിക്കാറില്ല. എൻ്റെ പോട്ടിംഗ് മിക്സ്ചർ മണൽ, എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, കമ്പോസ്റ്റ്, ഈ 4 സാധനം. അത് ചട്ടിയുടെ 3/4 വരെ നിറയ്ക്കുക. എന്നിട്ട് പ്ലാന്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ 3 തൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കരിക്കട്ട ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കരിക്കട്ട നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മണൽ, വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടി, കമ്പോസ്റ്റ്, ഈ 4 സാധനം മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഇത് തന്നെയാണ് മിനിയേച്ചർ ആന്തൂര്യത്തിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ. അതിന് തൊണ്ടും കരിക്കട്ടയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഈ പോട്ടിംഗ് മിക്സ്ചർ വെച്ച് നമ്മൾ പ്ലാന്റ് നട്ടാൽ മതി. ഈ തൊണ്ട് വെക്കുന്നത് ഈർപ്പം നിൽക്കാൻ വേണ്ടിയാണ്. ഈ ആന്തൂറിയംസിൻ്റെ എന്തോ വളങ്ങൾ കൊടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ 19 ഒരു ചെറിയ സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടിയെ കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പിണ്ണാക്ക്, ഒന്നിൽ വെറും വെള്ളം, അല്ലെ കഞ്ഞിവെള്ളം, അല്ലെ ചാണക വെള്ളത്തിനകത്ത് 2-3 ദിവസം കുതിർത്ത് വെച്ചിട്ട് അത് ശകലം എടുത്ത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അതും ഒന്നിൽ പൂവാലി കൂടെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈ ചെടിയെ കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ വളങ്ങളാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഈ മിനിയേച്ചർ ആന്തൂറിയംസിന് ഇനിയൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഈ ആന്തൂറിയംസ് മരത്തേലും പിടിപ്പിക്കാം. ഈ ആന്തൂറിയംസ് നമുക്ക് വെള്ളത്തിലും വളർത്താം. അപ്പോൾ അത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളിൽ എഴുതുക. ഇനിയത്തെ വീഡിയോയിൽ അത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ആന്തൂറിയം. ഇത് പിന്നെ എൻ്റെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ഓർക്കിഡ് ബൂൺ അടിക്കുന്ന ഞാൻ ഇതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന് നല്ല ഇഫക്റ്റീവാണ്. അപ്പോൾ ഓർക്കിഡ് ബൂണും സ്പ്രേ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ എത്ര വെറൈറ്റീസ് ആന്തൂര്യം ഉണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്ത് പ്ലാന്റ് ലവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഇതൊരു യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.